നേതൃഗുണം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കും. എല്ലാവരുടെ ഇടയിലും ഒരു ലീഡറുണ്ട്. അത് നമ്മൾ സ്വയം തിരിച്ചറിയുക എന്നുള്ളതല്ലാണ് കാര്യം. എവിടെയെങ്കിലും വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടാകുക, നിയന്ത്രിക്കുന്നതിനായിട്ട് ഒരാൾ അവിടെ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും, പ്രത്യക്ഷപ്പെടുന്നതായിട്ട് തോന്നും. ഇതെന്താണ് യഥാർത്ഥ ലീഡർ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ പ്രകൃതിയെ കാണുക, അല്ലെങ്കിൽ പ്രകൃതിയിൽ നടക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന മറ്റു കാര്യങ്ങളെ കീനായിട്ട് വളരെ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ ആ നിരീക്ഷണത്തിൽ നിന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളുടെ പലതരത്തിലുള്ള ഗുണഗണങ്ങൾ ഉണ്ടാകുന്നത്. ടീച്ചേഴ്സ് വളരെ പോസിറ്റീവായിട്ട് അവരുടെ കഴിവുകൾ, അവരുടെ പോരായ്മകൾ കണ്ടുപിടിച്ച് തിരുത്തി, അവരുടെ കുറവുകൾ കറക്റ്റ് ചെയ്ത്, അവരുടെ ഈ പറഞ്ഞ നേതൃഗുണം വളർത്തിയെടുത്ത്, അവരുടെ സൽസ്വഭാവം ഊട്ടിയുറപ്പിച്ച്, അവരുടെ ഒരു സംസ്കാരം വികസിപ്പിച്ച് വർദ്ധിപ്പിച്ചെടുത്ത്. ബിക്കോസ് നമുക്കൊരു ജ്യോതിസ് കൾച്ചർ എന്ന് തന്നെ ഞങ്ങൾ അതിനെ വിളിക്കാറുണ്ട്. ഓരോ സ്കൂളിനും അവരവരുടെ സ്കൂളുകളുടേതായിട്ടുള്ളൊരു സംസ്കാരമുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളിലെ ആ ഒരു ജ്യോതിസ് കൾച്ചർ ഇൻകൾക്കേറ്റ് ചെയ്യുന്നതിലൂടെയാണ് +2 കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾ വേൾഡിൽ എവിടെ പോയി എത്തിയാലും രക്ഷപ്പെടുന്ന. അവർക്ക് ആ ജ്യോതിസ് കൾച്ചറുണ്ട്. പലപ്പോഴും യഥാർത്ഥത്തിൽ ഇവരെല്ലാം വിളിക്കുന്നത് അനോണിമസ് ആയിട്ടാണ്. ഞാൻ ഏത് ക്ലാസ്സിലെ കുട്ടിയെന്ന് പറയില്ല, ഏത് കുട്ടിയുടെ പേര് പറയില്ല, ക്ലാസ് ടീച്ചറുടെ പേര് പറയില്ല, ഞാനിതൊന്നും ചോദിക്കില്ല. കുട്ടിയുടെ പ്രോബ്ലം, കുട്ടിക്ക് സ്കൂളിലുണ്ടാകുന്ന ഇഷ്യൂ എന്താണ് പറയും. ഇതെല്ലാം നമ്മൾ ക്ഷമയോടുകൂടി കേൾക്കുക എന്നുള്ളതാണ്. വി ആർ ലിസൺ ദം വെരി പേഷ്യൻ്റ്ലി, കാംലി, ദേ വിൽ ടെൽ. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. നമ്മുടെയൊക്കെ വിദ്യാഭ്യാസം എന്ന് പറയുന്നതിലൂടെ നമ്മൾ അടിസ്ഥാനപരമായി ആഗ്രഹിക്കുന്നത് ഒരു കുട്ടിക്ക് അവരുടെ ജീവിത വിജയം നേടാൻ സാധിക്കുക, അല്ലെങ്കിൽ മികച്ച ജീവിത മൂല്യങ്ങൾ നേടാൻ സാധിക്കുക, ഒരു നേതൃഗുണം ഉണ്ടാവുക, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതൊക്കെ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി അച്ചീവ് ചെയ്യുന്നത്? അവൻ്റെ വിദ്യാഭ്യാസം അവനെ അത്തരം കാര്യങ്ങളിലേക്ക് എങ്ങനെയാണ് സഹായിക്കുന്നത്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിക്കുന്നത് ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിന്റെ ചെയർമാൻ ശ്രീ ജ്യോതിസ് ചന്ദ്രൻ സാറാണ്. സാർ, വെൽക്കം ടു ദ ഷോ. ഒരു നേതൃഗുണം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇന്ന് ഇത്രയും വിജയകരമായിട്ട് ഇത്രമാത്രം സ്കൂളുകൾ തിരുവനന്തപുരം ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ നേതൃത്വ ഗുണത്തെക്കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും യോഗ്യനായ ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് സാറിനോട് ചോദിക്കുകയാണ്, ഈ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സ്കില്ല് സാറിനുണ്ട് എന്ന് സാർ എന്നാണ് തിരിച്ചറിഞ്ഞത്? എല്ലാവരുടെ ഇടയിലും ഒരു ലീഡറുണ്ട്. അത് നമ്മൾ സ്വയം തിരിച്ചറിയുക എന്നുള്ളതല്ലാണ് കാര്യം. അത് പലപ്പോഴും നമ്മൾ യഥാർത്ഥത്തിലൊരു യാത്രയൊക്കെ പോകുമ്പോഴായിരിക്കും എവിടെയെങ്കിലും വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടാകുക, ആർക്കെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടാകുക, ഒരു മോബ് അവിടെ എവിടെ നിന്നെങ്കിലും ഓടിയെത്തുമല്ലോ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരാൾ ഇതെല്ലാം നിയന്ത്രിക്കാനായിട്ട് ഓടിയെത്തും. അതൊരു പക്ഷേ വേറൊരു 2 വീലറിൽ വന്ന ആളാവാം, അല്ലെങ്കിൽ അവിടുത്തെ ഒരു അയൽപക്കക്കാരനായിട്ടൊരാളാവാം. പക്ഷേ പൂർണ്ണമായി അവിടെ 10, 100, 200, 500 ആൾ കൂടിയിട്ടുണ്ടാവാം. ഈ അപകടം പറ്റിയവരുണ്ടാവാം, അവരുടെ കൂടെ വന്ന യാത്രക്കാരുണ്ടാവാം, അതല്ലെങ്കിൽ പോലീസുകാരുണ്ടാവാം. ഒരുപക്ഷെ ഈ പോലീസുകാരെ എന്ന് പറയുമ്പോൾ CA ഉൾപ്പെടെയുള്ള സ്റ്റാർ വെച്ചവരെ ഉൾപ്പെടെ നിയന്ത്രിക്കുന്നതിനായിട്ട് ഒരാൾ അവിടെ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും, പ്രത്യക്ഷപ്പെടുന്നതായിട്ട് തോന്നും. അതേ നിന്ന് എല്ലാം നിയന്ത്രിക്കുക. അത് ഉടനെ തന്നെ ഇന്നയാൾ കാറ് കയറ്റു, ഇന്നയാൾ ആംബുലൻസ് വിളിക്കുക, ഇന്നയാൾ ഇന്ന ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകൂ, ഇങ്ങനെ ഒരു രീതിയിൽ ഇതാണ് ലീഡർ. ഇതെന്താണ് യഥാർത്ഥ ലീഡർ. സാറിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നാണ് അറിഞ്ഞത്? അല്ല, ഇതുപോലെ ഞാൻ പറഞ്ഞു വന്നതാണ്. ഇങ്ങനെ ഞാൻ ഒബ്സർവ് ചെയ്യാറുണ്ട്. അത് ചെറിയ സ്കൂളായി പഠിക്കുമ്പോൾ അപ്പം ഞാൻ നോക്കി ഇത് ആളാരാ. അപ്പം അങ്ങനെ വന്നപ്പോഴേക്കും ഞാനും വാസ്തവത്തിൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ അവിടെ അറിയാതെ പല കാര്യങ്ങളിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് തോന്നിയിട്ടുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് കുട്ടിക്കാലമാണ്, അല്ലാതെ ഞാനൊരു സ്കൂൾ തുടങ്ങിയതോ അല്ലെങ്കിൽ പണ്ട് പാരലൽ കോളേജ് തുടങ്ങിയ കാലഘട്ടമല്ല. അപ്പം അങ്ങനെയൊക്കെ വന്നിട്ടുള്ള സമയത്ത് തന്നെ ഞാൻ യഥാർത്ഥത്തിൽ ചില സന്ദർഭങ്ങളിൽ ഇതുപോലുള്ള അപകടം നടക്കുന്നിടത്ത് അതാണ് നമ്മൾ കൂടുതൽ കണ്ടു വളർന്നത് കൊണ്ട് എൻ്റെ ഓർമ്മയിലുള്ളത്. അത് അവിടെയാണ് ലീഡറെ ആദ്യമായിട്ട് ലീഡറാകാം. അങ്ങനെ ഒരു ലീഡർ, അവർ നേതൃപാഠവും അല്ലെങ്കിൽ നേതൃഗുണമുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും നമ്മളെ എന്താണോ ഒബ്സർവ് ചെയ്യുന്നത് അതാണ് നമ്മൾ ആയിത്തീരുന്നത്. ഒബ്സർവേഷൻ കപ്പാസിറ്റി വാസ്തവത്തിൽ നമ്മുടെ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള പഠനമാണ്. അതിനേക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പ്രകൃതിയെ കാണുക, അല്ലെങ്കിൽ പ്രകൃതിയിൽ നടക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന മറ്റു കാര്യങ്ങളെ കീനായിട്ട് വളരെ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ ആ നിരീക്ഷണത്തിൽ നിന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളുടെ പലതരത്തിലുള്ള ഗുണഗണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ നിന്ന് പലപ്പോഴും ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഞാൻ അവിടെ ചെന്ന് പെട്ടെന്ന്
എന്തെങ്കിലുമൊക്കെ സ്വയം ഏറ്റെടുത്ത് ഒരുപക്ഷെ ആരെങ്കിലും കാറ് വിളിച്ച് അല്ലെങ്കിൽ ഞാനൊരു പക്ഷേ വന്ന വണ്ടിയിൽ തന്നെ ആളെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിക്കുക, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തതിലൂടെയാണ് എനിക്കും അതിനുള്ള കഴിവുണ്ട് എന്ന് സ്വയം തിരിച്ചറിയുന്നത് അല്ലേ? പക്ഷെ നമ്മൾ എത്ര മികച്ച നേതാവാണ് എന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടും സാറിന്റെ ലൈഫിലും എടുത്ത ചില തീരുമാനങ്ങൾ തെറ്റായി പോയിട്ടുണ്ടാകാം. പക്ഷെ അത് നമ്മൾ വളരെ വൈസായിട്ട് ഇന്റലിജന്റ് ആയിട്ട് അതിനെ തിരുത്തിയിട്ടുണ്ടാവും. അങ്ങനെയുള്ളൊരു സംഭവം സാറിന് ഓർമ്മയുണ്ടോ? അത് പറയുകയാണെങ്കിൽ വീണ്ടും ഞാൻ അടുത്ത കാലത്തേക്ക് വരണം. പഴയ കാലത്തേക്കല്ല. പഴയ കാലം പറഞ്ഞതുപോലെ ഒരു 20, 30, 40 വയസ്സെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ഗ്രോയിങ് സ്റ്റേജിൽ നമ്മൾ ചെയ്തതിലെ തെറ്റ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് അന്ന് ചെയ്തതാണ് ശരി. അന്ന് ചെയ്തത് എന്താണോ അത് ശരി. അതിൽ ഇന്ന തെറ്റുണ്ട് എന്ന് വേറൊരാൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും നമ്മുടെ എൻ്റെ നേച്ചർ അനുസരിച്ചാണ് ഞാൻ ഈ പറഞ്ഞ ലീഡർഷിപ്പ് ക്വാളിറ്റി എനിക്കുണ്ടായിരുന്നുണ്ടാവാം. ഞാൻ അതാണ് ശരി, അല്ല അതിനെ തിരുത്താൻ പോകണില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചു. ഞാൻ ഒരുപാട് പ്രതിസന്ധി നേരിട്ടുണ്ട്. ഞാൻ സ്കൂൾ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും റോഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിട്ടും ഇതുമായി ഫണ്ട് വേണം. ലാൻഡ് വാങ്ങാനായിട്ട് ആദ്യം കുറേയെങ്കിലുമൊക്കെ നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ സമാഹരിച്ച് കുറേയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യുമ്പോഴേക്കും പിന്നെ അതിന് വീണ്ടും കുട്ടികളുടെ എണ്ണം കൂടുമ്പോൾ അതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അപ്പോഴേക്കും ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളിലൊക്കെ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാണ്, അവരാരെയും കൂടെ കൂട്ടിക്കൂടി അവർ 1 കോടിയോ 5 കോടിയോ 10 കോടിയോ വേണമെങ്കിലും അവർക്ക് തരാനുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ബിക്കോസ് അതെൻ്റെ ഒരു ബേസിക് നേച്ചറായിരുന്നു. ബിക്കോസ് എനിക്ക് വേറൊരാളെ കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കണ്ടു വളർന്ന ഒരുപാട് പരാജയങ്ങൾ നേരിട്ടിട്ടുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് വെറുതെ എടുത്ത് ചാടണ്ട, ഒറ്റയ്ക്ക് പോകുന്നത് വരെ പോട്ടെ. പക്ഷെ സാറേ, എപ്പോഴും ഞാനൊരു കാര്യം കേട്ടെ, ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ വരുമ്പോഴല്ലേ വളരെ പെട്ടെന്ന് നമുക്ക് ഡെവലപ്മെന്റുകൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ, പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നല്ലതല്ലേ എന്ന് പല സാറിനെ സ്വാധീനിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ടാവില്ലേ? തീർച്ചയായും. അപ്പൊ അവിടെയൊക്കെ സാറിന്റെ ഒരു മറുപടി എന്താണ്? അല്ല, നമ്മൾ പതുക്കെ തിന്നാൽ പനയും തിന്നാമെന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ. ഇങ്ങനെയുള്ള പഴഞ്ചൊല്ലുകളിലൂടെ വളർന്നു വന്നവരാണ് ഞാൻ. പിന്നുള്ളവർ അധികം കേൾക്കുന്നുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് കുറച്ചുകൂടെ സ്ലോ ആയിട്ട് പോവാം, സ്ലോ ആൻഡ് സ്റ്റഡി. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് വിൻ ചെയ്യാൻ പറ്റും. ആ വിന്നിങ് സ്റ്റേജ് വരെയുള്ളൊരു ക്ഷമ നമുക്ക് ഏറ്റവും നമുക്ക് എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള ഏറ്റവും ഒരു വലിയ ഗുണമെന്ന് പറയുന്നതാണ് പേഷ്യൻസ്. ശരിയാണ്. അപ്പൊ ആദ്യത്തെ ജ്യോതി സെൻട്രൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഒരു സ്കൂൾ തുടങ്ങി, അതിനുശേഷം കുറച്ച് കാലം എടുക്കുമല്ലോ ഇത് ഒരു നിലനിൽക്കും, ഇവിടെ കുട്ടികൾ വരും, നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് സ്കൂള് കൂടെ വ്യാപിപ്പിക്കാം എന്ന് ചിന്തിക്കാനുള്ള ഒരു സമയം ഉണ്ടാവില്ലേ? അത് ഏത് ഘട്ടത്തിലാണ് എനിക്ക് മറ്റൊരു സ്കൂളൂടെ തുടങ്ങാം, അതിനുള്ളൊരു കേപ്പബിലിറ്റി എനിക്ക് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞത്? അതാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഞാൻ 2018 വരെ എന്ന് പറയുമ്പോൾ 14-15 വർഷത്തോളം നടത്തുമ്പോൾ ഓരോ വർഷവും കുട്ടികളുടെ എണ്ണം കൂടുന്നു, വിജയ ശതമാനം വിജയ ശതമാനം എന്ന് 100% തന്നെയാണ്. പക്ഷേ വിജയികളുടെ ആ വിജയത്തിൻ്റെ ഒരു മികവ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ 90% മേളിൽ ജയിക്കുന്നു, ഏറ്റവും കൂടുതൽ കുട്ടികൾ അടുത്ത ഒരു ഡിസ്ട്രിക്ട് റോഡിൽ പാസ്സാവുന്നു, എല്ലാവരും ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാവുന്നു. അങ്ങനെ വന്നപ്പോഴേക്കും ഇതൊരു മറ്റു സ്കൂളുകൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്ത ഒരു വിജയമാണ്. മറ്റു സ്കൂളുകളിൽ 100% പാസ്സാണ്, ബട്ട് പാസ്സാകുന്ന ഒരു 40% പേര് മാത്രമായിരിക്കും ഒരു പക്ഷേ ഡിസിഷൻ വാങ്ങുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് 80% ഡിസിഷൻ വാങ്ങുക. അവരുടെ ബാക്കി വരുന്ന 60% പേരാണ് അടുത്ത ഫസ്റ്റ് ക്ലാസ്സിലോ സെക്കൻഡ് ക്ലാസ്സിലോ തേർഡ് ക്ലാസ്സിലോ കഷ്ടിച്ച് പാസ് മാർക്കിലോ. ഞങ്ങളെ സംബന്ധിച്ച് ബാക്കി 20% ഉള്ളൂ. 80% ഡിസ്റ്റിങ്ഷനാണ്, ബാക്കി 20% പേര് ഫസ്റ്റ് ക്ലാസ്സാണ്. അപൂർവമായിട്ട് 1-2 പേർ, അതെന്ന് പറയുന്നത് ശതമാനം കണക്കാക്കാൻ പോലുമില്ല. അത്രയും ചെറിയൊരു നെഗ്ലിജിബിൾ നമ്പർ മാത്രമാണ് സെക്കൻഡ് ക്ലാസ്സിലോ മറ്റോ വരുന്നത്. തേർഡ് ക്ലാസ് ആരുമില്ല. 50% മേളിൽ എന്തായാലും വരും. 60% തന്നെയാണ് 99% അല്ലെങ്കിൽ 95%. അങ്ങനെ വന്നപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഞാൻ സമൂഹത്തിൽ ഒരുപാട് നന്മ ചെയ്യുന്നു. ഒരുപാട് രക്ഷിതാക്കൾക്ക് തീർച്ചയായിട്ടും സ്വന്തം മക്കളുടെ നല്ല ഭാവി കാണാനായിട്ട്, ആ ഭാവിയിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് ജ്യോതി സെൻട്രൽ സ്കൂളിന് സാധിക്കുന്നു, ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകർക്ക് സാധിക്കുന്നു. അങ്ങനെയുള്ളൊരു തിരിച്ചറിവിൽ നിന്ന് രക്ഷിതാക്കളുടെ ഒരുപാട് അഡ്മിഷൻസ് നമുക്ക് വരും. നമുക്കിവരെ എല്ലാവരും ഒരു സ്ഥാപനത്തിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ യാത്രാ ദൂരവും കുറയേണ്ടതും അതും ഒരു ചിന്തയായി. അങ്ങനെയാണ് മറ്റ് ബ്രാഞ്ചസ്. ആ സമയത്താണ് ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് ഞാൻ നേരിടുന്നതും അതിനെ തിരുത്താൻ സാധിക്കുന്നതും. നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്കാണ് വരുന്നത് അതിൻ്റെ ആൻസർ. അതായത് അപ്പോഴേക്കും ഞാൻ പിന്നെ കുറച്ച് പേരെ ഉൾപ്പെടുത്താമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ ഒരു കമ്പനിയൊക്കെ രൂപീകരിച്ചു. അന്ന് ആദ്യ യഥാർത്ഥത്തിൽ പത്മതീർത്ഥം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ഉണ്ട്. അതൊരു പേരൊന്നും എന്നെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നല്ല. അന്ന് ആ സമയത്ത് ജ്യോതി ലബോറട്ടറീസ് എന്നൊക്കെയുള്ള പേര് കമ്പനിക്ക് വേറെ ഉണ്ടായിരുന്നതുകൊണ്ട് ജ്യോതിസ് എന്നുള്ള പേര് കിട്ടിയിരുന്നില്ല. ഏതായാലും പിന്നെ അത് പേര് മാറ്റി ജ്യോതിസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നായിട്ട്
പുനർനാമകരണം ചെയ്തു. ഇപ്പം ആ പേര് ജ്യോതിസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ആ കമ്പനി ഇപ്പോൾ 25 crores ക്യാപിറ്റൽ ഉള്ളതാണ്. പക്ഷെ സാറേ ഒരു സ്ഥാപനത്തിന്റെ ഒരു ഓണർക്ക്, മുതലാളിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ആ സ്ഥാപനത്തിലുള്ള പ്രവർത്തകരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ആ രീതിയിലേക്ക് എംപ്ലോയീസിനെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാർ എന്താണ് ചെയ്യുന്നത്? വിശ്വാസം, അത് തന്നെയാണ്, വിശ്വാസം തന്നെയാണ്. അവർക്കൊരു ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്തെടുക്കുക. അവർക്ക് ഇത് പൊട്ടിപ്പോണൊരു സ്ഥാപനമല്ല, ഇത് യഥാർത്ഥത്തിൽ എന്നും ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ലാഭമില്ലാതെ അവരുടെ 10 ഇരട്ടി ജോലി ചെയ്യുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അദ്ദേഹം കാത്തു സൂക്ഷിക്കും. അപ്പോൾ നമ്മുടെ ജീവിതം അവർ കാത്തു സൂക്ഷിക്കും. ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, നമ്മൾ ടാറ്റ അല്ലെങ്കിൽ ബിർള അല്ലെങ്കിൽ അന്നത്തെ ധീരുഭായ് അംബാനി, ഇന്നത്തെ അംബാനിമാർ അല്ലെങ്കിൽ ഇതുപോലെ അദാനി, ഇവരെല്ലാവരും തന്നെ വളർന്ന് പന്തലിച്ചത് എന്നിട്ടുള്ളത് സ്റ്റാഫിൻ്റെ ശക്തി കൊണ്ടാണ്. സാറേ, സാറിന്റെ കൂടെ നിന്ന കുറെ സ്റ്റാഫ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? സാറിന് ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഇത്തരത്തിൽ പണം സമാഹരിച്ച് തിരിച്ചു കൊടുത്ത് സെറ്റിൽ ചെയ്യാനായിട്ട് കൂടെ വന്നവര്, അവരെ പിന്നീട് സാർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്? അവരോട് അന്നും എന്നും ആ കടപ്പാടോടുകൂടി തന്നെ അവരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലാതെ അവരെ സെപ്പറേറ്റ് ചെയ്യാറില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ അക്കാഡമിക് പാരലൽ കോളേജ് നടത്തി വന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും എന്നെക്കാട്ടിലും ഉയർന്ന നിലയിലെത്തി. അത് അവരുടെ കഴിവുകൊണ്ട് തന്നെയാണ്. ബട്ട് അതിനകത്തൊരു ഒരു തീർച്ചയായിട്ടും അതിനകത്തൊരു ബ്രെയിൻ ഉണ്ടല്ലോ. അതുപോലെയാണ് എനിക്ക് അന്ന് ഇത്രയും പേര് പേയ്മെന്റ് തന്നു, ടീച്ചേഴ്സ് തന്നു. എനിക്ക് നേരത്തെ ഹ്യൂജ് ഇൻവെസ്റ്റ് ചെയ്ത് 10 കോടിയോ 8 കോടിയിലധികം രൂപയും പ്ലസ് ഇൻട്രസ്റ്റോട് ചേർത്ത് 10 കോടിയിലധികം രൂപ അവർക്ക് തിരികെ കൊടുക്കാനായിട്ട് എൻ്റെ സ്റ്റാഫ് ഒന്നടങ്കം, അതിനകത്ത് ടീച്ചേഴ്സ് മാത്രമല്ല, ഓഫീസ് സ്റ്റാഫുണ്ട്, ഡ്രൈവേഴ്സ് ഉണ്ട്. ഇത്തരത്തിലുള്ളവർക്ക് പോലും ആ സമയത്ത് സാറിനെ സഹായിക്കണം, സാറ് നിലനിൽക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ് എന്ന രീതിയിൽ തരാനുള്ളൊരു സന്മനസ്സുണ്ടാകുക, മഹാമനസ്കത ഉണ്ടാകുക. അതെന്ന് പറയുന്നത് വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. ആ വിശ്വാസം ഞാൻ കീപ്പപ്പ് ചെയ്യാനായിട്ട് ഞാൻ അവരുടെ അടുത്ത് എല്ലാം പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടാ, ബിക്കോസ് ഞാൻ ആരുടെ എന്തെങ്കിലും ഫണ്ട് ഇങ്ങോട്ട് വാങ്ങണേ അവർക്കൊരു ഡേറ്റ് പറയും. ഒന്നുകിൽ നിങ്ങൾക്ക് എന്ന് വേണമെന്ന് ചോദിക്കും. ആ ഡേറ്റിൽ തരാൻ തിരിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ വാങ്ങും, ഇല്ലെങ്കിൽ വാങ്ങില്ല. എന്നാലും 6 മാസം എന്ന് പറഞ്ഞവരുണ്ട്, സാറിൻ്റെ സൗകര്യമുള്ളപ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞവരുണ്ട്, എപ്പോഴും തന്നാൽ മതി എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ എല്ലായിടത്തും പറഞ്ഞു 1 year, 1 വർഷത്തിനകത്ത് തിരികെ കൊടുക്കും. 1 വർഷത്തിനകത്ത് 10 കോടി തിരികെ കൊടുത്തു, തിരിച്ചു കൊടുക്കാൻ സാധിച്ചു. അതിന് അത്രയും അധികം അധ്വാനിച്ചു. കുറച്ച് ഫോഴ്സ് 10 കോടി എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ബാങ്ക് ലോണാണ്. ആ ബാങ്ക് ലോൺ എന്നാൽ പോലും അത് 3 വർഷം 4 വർഷം കൊണ്ട് തീരുന്നതാണ്. അപ്പോൾ അത് EMI കൃത്യമായിട്ട് അടയ്ക്കും. അപ്പോൾ ഇതാണൊരു ഓൺട്രപ്രനറുടെ മൈൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ആ വ്യക്തി, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ലീഡേഴ്സ് എന്ന് വിളിക്കുന്നത്. അത് സാറിപ്പോൾ പറഞ്ഞപ്പോൾ എല്ലാവരിലും ഒരു നേതാവുണ്ട് എന്ന് പറഞ്ഞില്ലേ? എല്ലാവരുടെ മനസ്സിലും ഒരു പക്ഷെ ഒളിഞ്ഞിരിക്കുന്ന ഒരു നേതാവ് ഉണ്ടാകും, നമ്മളതിനെ കണ്ടുപിടിക്കുകയാണ് വേണ്ടതെന്ന്. അപ്പോൾ അത്തരത്തിലുള്ള കഴിവുകൾ കുട്ടികളിൽ വികസിപ്പിച്ചെടുക്കാനായിട്ട് ജ്യോതിസ് സെൻട്രൽ സ്കൂൾ എന്താണ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഞാൻ ടീച്ചേഴ്സിന് ഈ ലീഡർഷിപ്പിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കാറുണ്ട്, ട്രെയിനിങ് സെഷൻസ് എടുത്ത് കൊടുക്കാറുണ്ട്. ഞാൻ മാത്രമല്ല, നമ്മൾ നല്ല റിസോഴ്സ് പേഴ്സൺസിനെ പുറത്തുനിന്ന് വിളിച്ചിട്ട് അവരുടെ സെഷൻസ് കൊടുക്കാറുണ്ട്. സാധാരണ CBSEയുടെ തന്നെ ഒരുപാട് ട്രെയിനിങ് സെഷൻസ്, കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാംസ് ഓൺ വേരിയസ് സബ്ജക്ട്സ് അങ്ങനെ കൊടുക്കാറുണ്ട്. സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ടുണ്ട്, അല്ലാതെ ക്ലാസ് റൂം മാനേജ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് പല ഏരിയാസും ഒക്കെ ആയിട്ടും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിന് പുറമെയാണ് ടീച്ചേഴ്സിന് ഏറ്റവും ഉചിതമായിട്ടുള്ളവർ. പക്ഷേ ഇപ്പോൾ ടീച്ചേഴ്സ് പലരും പറയാറുണ്ട് ആരെക്കാട്ടിലും അവർക്ക് എൻ്റെ സെഷൻ അവർക്ക് കുറെ കൂടെ ഇഷ്ടപ്പെടാറുണ്ടെന്ന് എനിക്ക് തന്നെ ഉപകാരപ്രദം. ബിക്കോസ് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് അവരോട് പറയുന്നത്. അതുകൊണ്ട് ഒരുപാട് ട്രെയിനിങ് സെഷൻസ് കൊടുക്കാറുണ്ട്. അതെ, അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന് ഇപ്പോൾ ഓട്ടോക്രാറ്റിക് ലീഡറുണ്ട്, ഡെമോക്രാറ്റിക് ലീഡറുണ്ട്, അതോറിറ്റി ലീഡറുണ്ട്, ട്രാൻസാക്ഷൻ ലീഡറുണ്ട്, ട്രാൻസ്ഫർമേഷൻ ലീഡറുണ്ട്, കോച്ചിങ് ലീഡറുണ്ട്. ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്, ഒരുപാട് സ്റ്റൈൽസ് ഉണ്ട്, ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്സ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ കോച്ചിങ് ലീഡർഷിപ്പ് എന്ന് പറയുന്നതാണ് ടീച്ചേഴ്സ് ചെയ്യുന്നത്. വിഷണറി ലീഡറുണ്ട്, ആ വിഷണറി ലീഡർ എന്ന് പറയുന്നത് ആരാണെന്ന് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പം ഇങ്ങനെയുള്ള വ്യത്യസ്ത രീതിയിലുള്ള ലീഡേഴ്സിനെ കുറിച്ച് ടീച്ചേഴ്സിന് ഉള്ളൊരു അവയർനെസ് കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് പലപ്പോഴും ഉദാഹരണത്തിൽ ഓട്ടോക്രാറ്റിക് എന്നും ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവും. ട്രാൻസാക്ഷനിലും ട്രാൻസ്ഫോർമേഷനിലും അതോറിറ്റേറ്റീവ് എന്ന് പറയുന്നതും കുറേയൊക്കെ മനസ്സിലാവും. പക്ഷേ വേറെ പിന്നെ അങ്ങോട്ട് വരുമ്പോഴേക്കും പലതും പെട്ടെന്ന് മനസ്സിലാവും. അപ്പം അതിന് നല്ല ഉദാഹരണങ്ങൾ ഇപ്പം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാവുന്ന സമൂഹത്തിലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് രാഷ്ട്രീയക്കാരുണ്ട്, പ്രധാനമന്ത്രിമാരുണ്ട്, പഴയ ജോൺ എഫ് കെന്നഡി ഉണ്ട്, അല്ലെങ്കിൽ എബ്രഹാം ലിങ്കൺ ഉണ്ട്, അല്ലെങ്കിൽ മോഡി തന്നെ ഉണ്ടല്ലോ, അതല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ മന്ത്രിമാരുണ്ട്. ഇതുപോലുള്ള വ്യത്യസ്ത സവിശേഷമായിട്ടുള്ള നേതൃഗുണമുള്ളവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ എക്സാമ്പിളായി പറഞ്ഞു കൊടുത്ത് ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ ടീച്ചേഴ്സ് തീർച്ചയായിട്ടും അവരുടെ ക്ലാസ്സുകളിൽ അവരുടെ
ഭാഷാ വിഷയങ്ങളാകട്ടെ, സയൻസോ സോഷ്യൽ സയൻസോ ഒക്കെ അതിനകത്ത് തീർച്ചയായിട്ടും ഒരുപാട് സയൻറ്റിസ്റ്റുമാരുടെ പേരുകൾ, അല്ലെങ്കിൽ ഒരുപാട് ഹിസ്റ്റോറിയൻസിൻ്റെ പേരുകൾ, ചരിത്രകാരന്മാരുടെ പേരുകൾ, ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാം അവരുടെ നാട്ടിൽ അവരുടെ ലീഡർഷിപ്പ് ഈ പറഞ്ഞ ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ ഏതാണെന്ന് അവർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ കഴിയും ടീച്ചേഴ്സിന്. ഈ നമ്മൾ പഠിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളുടെയും ഓരോ ചരിത്രം, ഓരോ കണ്ടുപിടുത്തങ്ങൾ, ഇൻവെൻറ്റ്സ്, ഇതെല്ലാം തന്നെ അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നത് അവരിടയ്ക്ക് വെച്ച് വിട്ടുപോകാത്തത് കൊണ്ടാണ്. അതിനകത്ത് സസ്റ്റൈനബിളായിട്ട് തന്നെ അവരിങ്ങനെ തുടർച്ചയായി പരീക്ഷണങ്ങൾ ചെയ്യാൻ വിജയിക്കുമെന്നുള്ള വിശ്വാസം ഉണ്ട്. ആ വിശ്വാസത്തിലാണ് ഇപ്പം നമ്മൾ യഥാർത്ഥം ഞാൻ പലപ്പോഴും അതുപോലെ തന്നെ പറയാറുണ്ട്. നമ്മൾ ഏറ്റവും നമ്മൾ ഉദാഹരണമായിട്ട് പറയാമെന്ന അമീർ ഖാനാണ്. അമീർ ഖാൻ ഉൾപ്പെടെ എത്രയോ പേര് എല്ലാവരും ഡ്രോപ്പ് ഔട്ട്സ് ആണ്. നമ്മൾ ബിൽ ഗേറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ അമീർ ഖാൻ അതിനുശേഷം എടുത്തിട്ടുള്ള താരേ സമീൻ വെറും കുട്ടികളെ കാണിക്കേണ്ട സിനിമയും അല്ലെങ്കിൽ 3 ഇഡിയറ്റ്സും ഇത്തരത്തിലുള്ള സിനിമകൾ PK ഇതൊക്കെ 300, 600, 800, 1200 കോടി രൂപ പാരിക്കുട്ടി. അപ്പൊ അവരിലൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ട്. അപ്പൊ ഇതെല്ലാം കുട്ടികളെ സിനിമയെക്കുറിച്ച് പഠിപ്പിക്കപ്പെടും. സിനിമയും കുട്ടികളുടെ നമ്മുടെ ഏറ്റവും വലിയൊരു മാധ്യമം ആണല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് എല്ലാറ്റിനകത്തും ലീഡേഴ്സ് ഉണ്ട്. എല്ലാവരിലും ഓൺടർപ്രണർ മൈൻഡ് സെറ്റ് ഉള്ളവരുമുണ്ട്. അമീർ ഖാൻ എന്ന് പറയുന്നത് നല്ലൊരു അഭിനേതാവാണ്, നല്ലൊരു സംവിധായകനാണ്, ഒപ്പം അദ്ദേഹം ഒരു നല്ല സക്സസ്ഫുൾ ആയിട്ടൊരു ഓൺടർപ്രണറാണ്. അതുകൊണ്ടല്ലേ ഇത്രയും കോടികൾ ഉണ്ടാക്കുക, അതുകൊണ്ടല്ലേ നിർമ്മാണം നടത്താൻ തയ്യാറാവുന്നത്. ഇപ്പം നമ്മുടെ സിനിമാക്കാർ പലരും നിർമ്മാതാക്കളാണ്. സാർ, അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നേതൃഗുണം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കുമോ, അതോ നമ്മുടെ ഉള്ള സാധനം നമ്മൾ കണ്ടെത്തുകയാണോ വേണ്ടത്? അസത്യം, ഞാൻ അത് ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, എല്ലാവരിലും ഒരു നേതാവുണ്ട്. എല്ലാവരിലും, അത് ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരിലും ഒരു നേതൃ വൈഭവമുണ്ട്, നേതൃ സവിശേഷമായ ഗുണഗണങ്ങളുണ്ട്. അത് കുട്ടികൾ തന്നെ അവരുടെ വളരുന്നതിനനുസരിച്ച് അവർ ഒബ്സർവ് ചെയ്യുക. അത് ഞാൻ ഒബ്സർവേഷനും പറഞ്ഞത്. ഞാൻ എറണാകുളത്ത് നിന്നൊക്കെ ഇങ്ങനെ പണ്ടൊക്കെ KSRTC ബസ്സിൽ യാത്ര ചെയ്ത് വരുമ്പോഴേക്കും ഇങ്ങനെ ബോർഡിൽ വായിച്ചു പോകും. അപ്പോഴേക്കും ഒരിക്കൽ നോക്കിയപ്പോഴേക്കും ഒരു വാക്ക് കണ്ടു. പക്ഷെ എനിക്കത് ഒറ്റ ബോർഡിൽ ഒറ്റ യാത്രയിൽ ഇങ്ങനെ വായിക്കാൻ പറ്റിയില്ല. വലിയ വാക്കാണ്, കുറേ അക്ഷരങ്ങൾ കൂടുതലുണ്ട്. നമ്മുടെ ശശി തരൂരിൻ്റെ വാക്കുകൾ പോലെ അത്രയും നീണ്ട വാക്കാണ്. ഒരുപാട് ആൽഫബറ്റ്സ് അതിനകത്തുണ്ട്. പിന്നെ കുറച്ച് 2-3 ബോർഡുകൾ ആവർത്തിച്ച് കണ്ടെത്തിയപ്പോഴേക്കും ആദ്യം ഒരു 5 വാക്ക് ഒരു വായിച്ചു വെച്ചു, ബാക്കിയുള്ളത് അങ്ങനെയാണ് മനസ്സിലായത്. ക്വിൻറ്റെസെൻഷ്യൽ ബ്യൂട്ടിഫുൾ എന്നുള്ളത് ആദ്യമേ വായിച്ചു, ക്വിൻറ്റെസെൻഷ്യലി ബ്യൂട്ടിഫുൾ. ഇപ്പൊ ക്വിൻറ്റെസെൻഷ്യലി ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ പിന്നെ അന്നത്തെ പോലെ മൊബൈലൊന്നും വന്നില്ല. അപ്പൊ വീട്ടിലൊന്ന് വായിച്ചു നോക്കിയപ്പോഴാണ് അസാധാരണമായ സൗന്ദര്യം ആണ് അന്നത്തെ പാർത്താസിൽ കിട്ടിയിരുന്ന സാരികൾ. അന്നത്തെ പാർത്താസിന്റെ പരസ്യമാണ് ക്വിൻറ്റെസെൻഷ്യലി ബ്യൂട്ടിഫുൾ. അപ്പൊ ഇതാണ് ഒബ്സർവേഷൻ എന്ന്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരുപാട്, ഇന്നിപ്പോ ഞങ്ങൾ യാത്ര ചെയ്ത് വരികയാണ് വഴി നീളെ യഥാർത്ഥത്തില് വലിയ ക്യാപ്ഷൻസ് ആണ്. പണ്ട് എല്ലാം ശരിയാക്കാം എന്ന് പറയുന്നൊരു പുതിയ പേര് ഞാൻ എല്ലാം പറയുന്നില്ല. രാഷ്ട്രീയക്കാരുടെ ഒരുപാട് ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിനെ വല്ലാതെ, നമ്മുടെ ബ്രെയിനിനെ വല്ലാതെ കടമെടുക്കുകയാണ് അവര്. അത് വളരെ വല്ലാതെ സ്വാധീനിക്കപ്പെടും. അങ്ങനെയുള്ള ക്യാപ്ഷൻസ് നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ തന്നെ സ്കൂളിന്റെ പരസ്യം തുടക്കത്തിൽ ദ ഡ്രീം ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റുഡൻസ് ആൻഡ് പാരന്റ്സ് ക്രേവ് ഫോർ ബെറ്റർ സ്കൂളിംഗ് എന്നായിരുന്നു. ക്രേവ് ഫോർ ബെറ്റർ സ്കൂളിംഗ്, കൊതിക്കുക എന്ന് പറയുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ നല്ല ഭക്ഷണം കിട്ടിയാൽ കൊതിയോടുകൂടി ആ കട അന്വേഷിച്ച് വീണ്ടും പോകും, റേറ്റിംഗ് ഉള്ള ഹോട്ടലിൽ പോകും. അതേപോലെയാണ് ദ ഡ്രീം ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റുഡൻസ് ആൻഡ് പാരന്റ്സ് ക്രേവ് ഫോർ ബെറ്റർ സ്കൂളിംഗിലേക്ക് അവർ ഓടിയെത്തുന്നത് ജ്യോതിസിലേക്കാണ്. അപ്പം ജ്യോതിസിൽ പഠിക്കുക എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചും രക്ഷിതാക്കളെ സംബന്ധിച്ചും സ്വന്തം മക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി കൊതിക്കുന്ന ഒരു സ്കൂളാണ് ജ്യോതിസ് സ്കൂൾ. അവിടെ എന്താണ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിലേക്ക് ടാഗ് ലൈൻ മാറ്റിയത്? അത് അന്നും ഇന്നും രണ്ടും ഉണ്ട്. എന്നാൽ നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നാണ്. അതിന് വീണ്ടും മാറ്റി ഡിസിബിലിറ്റി വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ, ഡിസിബിലിറ്റി വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നാക്കി. കാരണം നമ്മൾ അത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാവർക്കുമായിട്ട്, ഇങ്ങനെ വീതിച്ച് ഒരേപോലെ വിധിക്കാന്ന് പറഞ്ഞാൽ തുണ്ടുണ്ടായിട്ടില്ല. ഈക്വലി വി ആർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ടു എൻ്റയർ സൊസൈറ്റി ഓർ ദ ന്യൂ ജനറേഷൻ.
മനസ്സിലായി. അപ്പൊ നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള കുട്ടിയായിരിക്കും നമ്മൾ സ്കൂൾ ലീഡർ എന്നുള്ള രീതിയിലൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അങ്ങനെ തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ അവലംബിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സർ? നല്ലൊരു ചോദ്യമാണ്. എല്ലാ സ്കൂളുകളിലും തീർച്ചയായിട്ടും ഒരു സ്കൂൾ അസംബ്ലി മീൻസ് അഥവാ ഈ പറഞ്ഞതുപോലെ പാർലമെന്റ്, സ്കൂൾ പാർലമെന്റ് പണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തേ ഉണ്ട്. അതിനകത്ത് നിന്ന് നമുക്ക് കുട്ടികളെ യഥാർത്ഥത്തിൽ പലപ്പോഴും പല സ്കൂളുകളിലും ചെയ്യുന്നത് ടീച്ചറിന്റെ മോൻ അവൻ തന്നെയാണ് ലീഡർ അല്ലെങ്കിൽ ഹെഡ് ബോയ്, ഇന്ന ടീച്ചറിന്റെ മോൻ ഹെഡ് ഗേൾ. ഇങ്ങനെ ഒരു പരിപാടിയെ ഞങ്ങളുടെ സ്കൂളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻപേ, ഞങ്ങളുടെ സ്കൂളിൽ ഒരു തരത്തിലും എൻ്റെ മക്കൾ പഠിച്ചിരുന്ന സമയത്തും ഇപ്പോൾ ടീച്ചർമാരുടെ മക്കൾ നമ്മുടെ 3 സ്കൂളുകളിലും പ്രൈമറി സ്കൂളുകളിലൊക്കെ പഠിക്കുന്നുണ്ട്. ഒരു ടീച്ചറിൻ്റെ മകൾക്കോ മകനോ യാതൊരു അമിത പ്രാധാന്യം കൊടുക്കാറില്ല. ബട്ട് അവർ ഡിസർവ് ചെയ്യുന്ന അവർക്ക് കിട്ടുകയും വേണം. തീർച്ചയായിട്ടും അവർ ടീച്ചറുടെ മകനായിപ്പോയത് കൊണ്ട് അല്ലെങ്കിൽ ടീച്ചറുടെ മകളായിപ്പോയത് കൊണ്ട് തഴയപ്പെടാനും പാടില്ല. എന്നാൽ അവർക്ക് അമിതമായ പ്രാധാന്യം കൊടുത്ത് മറ്റു കുട്ടികൾക്കോ മറ്റു കുട്ടികളുടെ പാരൻസിനോ ആ ടീച്ചറിന്റെ കുട്ടിക്കല്ല എന്നുള്ളൊരു ഇത് പറയാനുള്ള യാതൊരു സാഹചര്യവും ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു കംപ്ലൈൻറ്റേ വരാറില്ല. പറയാറുണ്ട് കംപ്ലൈൻറ്റ് ഇല്ലെന്നല്ല, ബട്ട് അവർക്ക് പിന്നെ അത് സ്വയം അവർ തന്നെ മനസ്സിലാവും, ശരി അങ്ങനെ ചെയ്ത് അല്ല, ഷീ ഡിസേർവ്സ് വെൻ ഷീ ആ കുട്ടി ഒരു സഹോദയ കോമ്പറ്റീഷന് പോയി സ്റ്റേറ്റ് സഹോദയ പോയി ഫസ്റ്റ് വാങ്ങുമ്പോൾ ടീച്ചറുടെ മകൾ അതുകൊണ്ടല്ലോ, അല്ലല്ലോ, ആ കുട്ടി അത് ഡിസർവ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം മറ്റൊരു കുട്ടി കിട്ടാതെ പോയത് ഈ ടീച്ചറിന്റെ കുട്ടിക്ക് കിട്ടിയത് ഷീ പ്രൂവ്ഡ് ഇറ്റ് ബൈ വിന്നിങ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇതിനകത്ത് സ്കൂൾ പാർലമെന്റ് രീതിയിൽ സ്കൂളിലെ ഹെഡ് ബോയ്, ഹെഡ് ഗേൾ, അല്ലെങ്കിൽ നെക്സ്റ്റ് ജൂനിയർ ഹെഡ് ബോയ്, ജൂനിയർ ഹെഡ് ഗേൾ, ഇങ്ങനെ വേറെ എല്ലാതും ഒരു പ്രിഫിക്സ് എന്ന് പറഞ്ഞിട്ട് മറ്റ് പല പൊസിഷൻസും ഉണ്ട്. ഇതിനെല്ലാറ്റിനും ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യാറുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് എല്ലാ ക്ലാസ്സുകളും 12th നിന്നായിരിക്കും സ്വാഭാവികമായിട്ടും സ്കൂൾ ഹെഡ് ബോയ് എടുക്കുന്നത്, 11th നിന്നും എടുക്കാം, 10th 9th ക്ലാസ്സുകളിൽ നിന്നായിരിക്കും അടുത്ത ജൂനിയർ ഹെഡ് ബോയ്, ഹെഡ് ഗേൾ എടുക്കുന്നത്. പിന്നെയും ഉണ്ട് മിഡിൽ ലെവലിൽ നിന്ന് 6, 7, 8 എന്നും എടുക്കാറുണ്ട്. ഈവൻ 1 to 5 ക്ലാസ് സ്വാഭാവികമായിട്ട് 5th, 4th കുട്ടികളായിരിക്കാം. എല്ലാ കാറ്റഗറിയിൽ നിന്നും നമ്മൾ, കാരണം ഡിഫറെൻറ്റ് ബ്ലോക്ക് ആയിട്ടുള്ള സ്കൂളുണ്ട്. അപ്പോൾ 3000 കുട്ടികൾ കഴക്കൂട്ടത്ത് പഠിക്കുന്നുണ്ട്. ആറ്റിങ്ങിന് വർക്കിലായിരുന്നു ഇതേ രീതിയിൽ തന്നെ കുട്ടികളുടെ എണ്ണവും അവിടെയും 1000-ലധികം ആകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നായിരുന്നില്ല ഇങ്ങനെയുള്ള പല കാറ്റഗറി നിൽക്കും. ഇതെല്ലാം എടുക്കുമ്പോൾ ഈ കുട്ടികളുടെ നിന്ന് ഓരോ ക്ലാസ്സുകളിനകത്ത് തന്നെ ചില കോമ്പറ്റീഷൻസ് നടത്തും. അത് കൂടുതലും റിട്ടേൺ ആയിട്ടുള്ളവയല്ല. അക്കാഡമിക് പെർഫോമൻസിനെ കുറിച്ചൊരു ധാരണ ടീച്ചേഴ്സിനുണ്ടാവും. അതല്ലാതെ അവരുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അറിയാനായിട്ട് അവരുടെ ഒരു സ്പീച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പെർഫോമൻസ്, അവരുടെ ഒരു കലാപരമായിട്ടുള്ളത്, കായികപരമായിട്ടുള്ളതും കൺസിഡർ ചെയ്യും. കാരണം എല്ലാ കാര്യം ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് ഏറ്റവും ഒടുവിലാണ് സെലക്ട് ചെയ്യപ്പെടുന്ന ഒരു മിനിമം ഒരു 6 മുതൽ 12 വരെ കുട്ടികൾ, മിക്കവാറും 10-12 പേർ, അത്രയും പേര് വീണ്ടും പ്രിൻസിപ്പൽ റൂമിലോ മറ്റോ വിളിച്ചിട്ട് അല്ലെങ്കിൽ മറ്റൊരു ഹാളിൽ വിളിച്ചിട്ട് അവർ ഒരു 4-6 എക്സ്പെർട്സ് ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ മുന്നിൽ അവർ വീണ്ടും ഈ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്ന പലതരം നമ്മൾ കോമ്പറ്റീഷൻ നടത്തുന്ന പോലെ തന്നെ ഒരു 4-5 റൗണ്ട് കാണും. സ്പീച്ച് ഉണ്ടാവും, ഡിബേറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റ് പെർഫോമൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ റെസിറ്റേഷൻ ഉണ്ടാവും. ഇതെല്ലാം ചെയ്യും. എന്നിട്ട് മാർക്കിടും. എന്നിട്ട് അവയിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന, എസ്പെഷ്യലി കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല, മറ്റുള്ളവർക്ക് മാതൃകയാകണം വിദ്യാർത്ഥി. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ആ കുട്ടിയെ മോനോ മോളോ ആണെങ്കിൽ ആ മോനോ മോളോ പിന്നീട് അവിടെ പോയിട്ട് വളരെ ബാഡ് ലാംഗ്വേജ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് ടീച്ചേഴ്സിനോടോ പ്രിൻസിപ്പലിനോടോ പെരുമാറുക, പിന്നെ മറ്റുള്ളവരെ എങ്ങനെ നന്നാക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എല്ലാ പാരാമീറ്റേഴ്സും ഫാക്ടേഴ്സും നോക്കി ാണ് യഥാർത്ഥത്തിൽ ചെയ്യുക. അപ്പോൾ അവരിൽ തന്നെ ഞാൻ അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ ഒരു പക്ഷേ ഇവരിൽ നിന്ന് തിരഞ്ഞെടുത്തവർ എല്ലായിടത്തും ഞാൻ സംസാരിക്കാറുണ്ട്. അത് ഒരാളല്ല, 10-15-20 പേര് കാണും. ഇനി മുതൽ സ്കൂളിൻ്റെ ചെയർമാൻ, സ്കൂളിൻ്റെ വൈസ് ചെയർമാൻ, അല്ലെങ്കിൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ, സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പൽ, സ്കൂളിൻ്റെ കോർഡിനേറ്റേഴ്സ്, അല്ലെങ്കിൽ ഇതുപോലുള്ള എല്ലാ പൊസിഷനും നിങ്ങളാണ്. അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ടീച്ചേഴ്സ് ഡേ സെപ്റ്റംബർ 5-നോ മറ്റോ അവസരം കിട്ടും. അങ്ങനെയല്ല, നിങ്ങൾ ജൂണിലെ ഇന്ന് മുതൽ ഈ ഇവിടുന്ന് അക്കാഡമിക് ഇയർ അവസാനിക്കുന്നവരെ ഈ പൊസിഷൻസും നിങ്ങൾക്കുള്ളതാണ്. അത് വെറും നിങ്ങളുടെ കുട്ടികളുമല്ല. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ മാറണം. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ നെക്സ്റ്റ് ഇയറിൽ വരുന്നവർക്ക് അടുത്ത വർഷം ഇതേപോലെ വരുമല്ലോ, അവർക്കും ഇതേപോലുള്ള
ഒരു മൈൻഡ് സെറ്റ് അവരിൽ രൂപപ്പെടുത്താനായിട്ട് നിങ്ങൾക്ക് അവരുടെ മുന്നിൽ പല അവസരങ്ങൾ നിങ്ങൾക്ക് അസംബ്ലിയിലോ അല്ലെങ്കിൽ പല ഫങ്ഷൻസ് വരും. ഒരുപാട് നമ്മളുടെ അടുത്ത് യഥാർത്ഥത്തിൽ ഒരുപാട് സെലിബ്രിറ്റീസ് വരാറുണ്ട്. പല പല ഫങ്ഷൻസിനും കുട്ടികളുടെ അടുത്തൊരു മോട്ടിവേഷണൽ ടോക്ക് നടത്താനോ ആനുവൽ ഡേക്ക് മാത്രമല്ല. ഞങ്ങൾ സിവിൽ സർവീസ് എല്ലാ വർഷവും സിവിൽ സർവീസ് പാസ്സാകുന്നവർക്ക് റാങ്ക് ജേതാക്കൾക്ക് മലയാള മനോരമയിൽ ചേർന്നിട്ട് കഴിഞ്ഞ 12 വർഷം പൂർത്തിയായി. 12 വർഷമായിട്ട് അവരെ ഓണർ ചെയ്യുന്നൊരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാ വർഷവും വിജയിക്കുന്നൊരു 20, 30, 35 പേരോളം സിവിൽ സർവീസ് IAS, IPS, IRS, IFS ഈ രീതിയിലേക്ക് ഭാവിയിലെ ബ്യൂറോക്രാറ്റ്സ് ആകുന്ന എല്ലാവരെയും ഞങ്ങൾ സ്കൂളിലേക്ക് ക്ഷണിക്കാറുണ്ട്. അവിടെ അന്നുള്ള അതാത് വർഷങ്ങളിലെ ചീഫ് സെക്രട്ടറി ആവാം, അല്ലെങ്കിൽ കളക്ടർ ആവാം, അല്ലെങ്കിൽ വളരെ കുറച്ചുകൂടെ സീനിയറായിട്ടുള്ള IAS, IPS ഉദ്യോഗസ്ഥരാണ് ഇവരെ ഓണർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കുട്ടികൾ കാണുക. ഇത് ഞങ്ങളുടെ കുട്ടികളിലെ എസ്പെഷ്യലി എല്ലാവരുടെയും പ്രസൻസ് പ്രായോഗികമല്ല, എന്നാലും ഞങ്ങൾ 9, 10, 11, 12 കുട്ടികളിലെ ഭൂരിഭാഗം കുട്ടികളെയും ഈ ദിവസം ഓഡിറ്റോറിയത്തിൽ ഇരുത്താറുണ്ട്. അപ്പോൾ അവരിതെല്ലാം കാണുകയല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജ്യോതിസൻ്റെ സ്കൂളിലെ കുട്ടികൾക്ക് ടീച്ചേഴ്സോ അല്ലെങ്കിൽ ഞാനായിട്ടോ മറ്റാരെങ്കിലും ലീഡർഷിപ്പ് ക്വാളിറ്റിയോ ട്രെയിനിങ്ങോ അവരിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യേണ്ടതില്ല. അത് ശരിയാണ്. ശരി, നമ്മൾ ഇത്രമാത്രം ഫിൽട്രേഷൻ നടത്തുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ ഇത്രമാത്രം കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു, അധ്യാപകർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു, അനധ്യാപകർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു പോരായ്മകൾ ഉണ്ടായാൽ അത് ഭയങ്കരമായി പെരുപ്പിച്ച് കാണിക്കുന്ന പ്രശ്നങ്ങളും സാറ് നേരിട്ടിട്ടുണ്ടാവില്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള നെഗറ്റിവിറ്റീസിനോട് എങ്ങനെയാണ് സാറ് പ്രതികരിക്കാറുള്ളത്, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ ശ്രമിക്കാറുള്ളത്? അതൊരിക്കലും അങ്ങനെയൊന്നും ഞങ്ങളുടെ സ്കൂളിൽ നമ്മുടെ സ്കൂൾ അങ്ങനെയൊന്നും ഞങ്ങളുടെ സ്കൂളിലില്ല. ഞങ്ങളുടെ സ്കൂൾ വളരെ പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ വളരെ തെറ്റായൊരു ഉത്തരവായിരിക്കും അത്. തീർച്ചയായിട്ടും എല്ലാ സ്കൂളുകളിലും ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. എസ്പെഷ്യലി പാരൻസ് പലതരമല്ലേ. പാരൻസ് എല്ലാവരും എഡ്യൂക്കേറ്റഡ്, പഴയതുപോലെയല്ല, എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. എഡ്യൂക്കേഷൻ കുറച്ച് വ്യത്യാസം ഉണ്ടാവാം. ചിലർ ഡോക്ടറേറ്റ് ഉള്ളവരായിരിക്കാം, ചില ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സ് തന്നെ ആവാം, അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽസ് ആവാം. എന്നാൽ അങ്ങനെയുള്ളതൊന്നും അല്ലാതെ ബിസിനസ് രംഗത്ത് നിൽക്കുന്നവരോ, ഞാൻ പലപ്പോഴും ഇതായത് ടീച്ചേഴ്സിൻ്റെ കാര്യത്തിലും പറയാറുണ്ട്, ഇത് ഈ മൈക്കിൽ കൂടെ പറഞ്ഞിട്ട് ഇത് ഏറിയത് എല്ലാവരും കേൾക്കുന്ന കാര്യമാണ്. എന്നാലും എല്ലാവരും കേൾക്കട്ടെ. ബിക്കോസ് അവരൊക്കെ മനസ്സിലാക്കണം എങ്ങനെയാണ് ഈ ലീഡർ ആകേണ്ടത്, അഥവാ എങ്ങനെയാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടതുള്ളത്. ഇപ്പം നമ്മൾ രണ്ടാളും കൂടെ ഇവിടെ നിന്നിട്ടൊരു ചോദ്യം എന്നോട് ചോദിക്കുകയാണ് വീണ, സ്വരം കുറച്ചുകൂടെ ശക്തമായി ചോദിക്കുകയാണ്. ഞാൻ അതിനനുസരിച്ച് നിന്നുകൊണ്ടാണ് ഉത്തരം പറയുന്നതെങ്കിൽ നമ്മുടെ ഭയങ്കര പ്രഷറുണ്ടാവും. ആ ഒരു ഇതിലായിരിക്കും ടോണെല്ലാം മാറും. അതുകൊണ്ട് അതല്ലല്ലോ നമ്മളിപ്പോൾ ഇരുന്നുകൊണ്ടല്ലേ ഇൻഡിവിജ്വൽ നടത്തിക്കൊണ്ടിരുന്നത്. ഇതേപോലെ തന്നെയാണ്. ഇതുപോലെ ഇങ്ങനെ വളരെ ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് വളരെ ഇതായിട്ട് ബോൾഡായിട്ട് നമ്മളോട് ഭയങ്കര ദേഷ്യത്തിൽ വരുന്നവരെ സമാധാനത്തെ അവിടെ ഇരിക്കും. എന്താ സാർ പ്രശ്നം? അത് പ്രശ്നം എനിക്ക് ഒരുപാടുണ്ട്. ഇങ്ങനെ കൊണ്ട് ടോണങ്ങ് മാറും. സാറേ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സാറ് പറയൂ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റില്ല, അത് എനിക്ക് ഇപ്പം TC വേണം, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് അതിനുള്ള മറുപടി വേണം, എന്ത് പിന്നെ പരിഹാരം ഞാൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് വളരെ സമാധാനത്തോടുകൂടി ഇരുന്ന് കാര്യങ്ങൾ മുഴുവൻ കേട്ട് കഴിയുമ്പോൾ സാർ ഇങ്ങനെയാണ് സ്കൂൾ നടത്തേണ്ടത്, എൻ്റെ മോനെ ഇവിടെ പഠിപ്പിക്കുന്നത് ഇതുകൊണ്ടാണ്, എൻ്റെ മോനെ മോളെ ഇവിടെ പഠിപ്പിക്കുന്നത് സാർ ഈ രീതിയിൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതുകൊണ്ടാണ്, എൻ്റെ മോൾക്ക് മോന് ഒരു പരാതിയില്ല സാർ, എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഒരു പരാതിയില്ല സാർ ഇങ്ങനെ നടത്തിയാൽ മതി. ഞാൻ ചുരുക്കി പറഞ്ഞെന്നുള്ളൂ. ഇങ്ങനെ പറഞ്ഞിട്ട് പോകും ഒടുവിൽ. ബിക്കോസ് അവർക്ക് അവരുടെ ഒരുപാട് തെറ്റിദ്ധാരണകളാണ്. ഈ തെറ്റിദ്ധാരണകൾ എന്ന് പറയുന്നത് പലപ്പോഴും മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോഴത്തെ പുതിയ ഒരു സാഹചര്യത്തിൽ ഒരാളാണ് വരുന്നതെങ്കിൽ ഒരാളല്ല, ഇവർ 5, 10, 15, 20 പേരുടെ പ്രതിനിധിയാണ്. കാരണം വാട്സപ്പ് ഗ്രൂപ്പുകൾ നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും ടീച്ചേഴ്സിന് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഒഫീഷ്യൽ ഗ്രൂപ്പുകളുണ്ട്, പാരൻസിൻ്റെ ക്ലാസ് വേസ് ഗ്രൂപ്പുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ എല്ലാ സ്കൂളിലും ടീച്ചേഴ്സിനോട് ഒരു ജ്യോതിസ് ഗ്രാൻഡ് ഫാമിലി ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഇതിനകത്തൂടെയാണ് പലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇതൊക്കെ ഒഫീഷ്യലാണ്. പാരൻസിനുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നതും വൺ വേ ഓർ അതർ ഇറ്റ് ഇസ് ഓൾസോ ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പ്. പക്ഷേ ഇതിൻ്റെ പാരൻസിന് വരെ ഗ്രൂപ്പുണ്ട്. പാരൻസിന് സ്വന്തമായിട്ട് ഇപ്പോൾ 6th സ്റ്റാൻഡേർഡിലെ പാരൻസിന് കുറച്ച് പേര് ചേർന്ന്, എല്ലാവരും അല്ല, കുറച്ച് പേര് ചേർന്നിട്ട് അവിടെ ഫീസ് വളരെ കൂടുതലാണ്, നമുക്ക് എല്ലാവരും ചേർന്നിട്ട് ഇന്ന് ചോദ്യം ചെയ്യണം, നിങ്ങൾ അടയ്ക്കരുത്, നിങ്ങൾ അടച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ അടയ്ക്കേണ്ടി വരും. അങ്ങനെ അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് 10 പേര് ചേർന്ന് അല്ലെങ്കിൽ 15 പേരും ആവും. ചിലപ്പോൾ അതിൻ്റെ എണ്ണം പിന്നെയും കൂടും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ 1-2 പേര്. സാർ എങ്ങനെ അറിയുന്നു സാർ ഇങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നുണ്ടെന്ന്? അത് മനുഷ്യരല്ലേ, ഈ ഗ്രൂപ്പുകളിലുള്ളവർ തന്നെ ഇടയ്ക്ക് വിളിച്ച് തന്നെ പറയും, വിളിച്ചു സാറേ
ഈ സാറേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് സാറേ, അത് ഞാൻ പറഞ്ഞു മാഡം പറയൂ. ആദ്യം പറയത്തില്ല കാര്യങ്ങളൊന്നും. ഞാൻ പലപ്പോഴും യഥാർത്ഥത്തിൽ ഇവരെല്ലാം വിളിക്കുന്നത് അനോണിമസ് ആയിട്ടാണ്. ഞാൻ ഏത് ക്ലാസ്സിലെ കുട്ടിയെന്ന് പറയില്ല, ഏത് കുട്ടിയുടെ പേര് പറയില്ല, ക്ലാസ് ടീച്ചറുടെ പേര് പറയില്ല, ഞാനിതൊന്നും ചോദിക്കില്ല, ഇതൊന്നും ചോദിക്കില്ല, എനിക്കിതൊന്നും അറിയണ്ട. മാഡത്തിൻ്റെ പ്രശ്നം എന്താണ്, കുട്ടിയുടെ പ്രോബ്ലം, കുട്ടിക്ക് സ്കൂളിലുണ്ടാകുന്ന ഇഷ്യൂ എന്താണ് പറയൂ. ഇതെല്ലാം നമ്മൾ ക്ഷമയോടുകൂടി കേൾക്കുക എന്നുള്ളതാണിത്. യു ഹാവ് ടു ലിസൺ, യു ഹാവ് ടു ലിസൺ. അതല്ല ഇവിടെ അതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല, മാഡത്തിന് ചുമ്മാ ചോദിക്കുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല. അതർവൈസ് വെൻ വി ആർ ലിസൺ ദം വെരി പേഷ്യൻ്റ്ലി, കാംലി, വെരി കൂൾലി, ദേ വിൽ ടെൽ. ഇതെല്ലാം പറയുമ്പോൾ ഒടുവിൽ മനസ്സിലാവും അവിടെ എല്ലാം ഭംഗിയായിട്ട് സ്മൂത്തായിട്ട് പോവുകയാണ്. ടീച്ചർ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യത്തിൽ എന്തെങ്കിലും വഴക്ക് പറഞ്ഞു, ആ വഴക്ക് കുട്ടിയെ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ഫീസ് അടയ്ക്കാത്തത് എന്തെന്ന് ചോദിച്ചിട്ടുണ്ട് ഓഫീസിൽ നിന്നുള്ളവർ, ഇതെല്ലാം ചോദിച്ചാൽ പർട്ടിക്കുലർ ഒരു സിറ്റുവേഷനിലാണ് ആ കുട്ടി തന്നെ ഒരു പക്ഷേ വളരെ മോശമായിട്ട്, വളരെ ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ടീച്ചറിനോട് പെരുമാറിയതുകൊണ്ടാവാം, അല്ലെങ്കിൽ ടീച്ചർ യഥാർത്ഥത്തിൽ കുറച്ച് ഒന്നും വർക്ക് ചെയ്യാതെ വരുന്നത് കൊണ്ട് കുറച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും ഹോംവർക്ക് ഇല്ല എന്ന് ഞങ്ങൾ പറഞ്ഞെങ്കിലും ചില കുട്ടികൾ ഒന്നും ചെയ്യാതെ വരുമ്പോൾ പഠിക്കണ്ടേ, പഠിക്കുക എന്ന് പറയുന്നത് വായിച്ചാൽ പോരാ, എഴുതണം. മാത്സ് ആകുമ്പോൾ പ്രോബ്ലം ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാത്ത കുട്ടികൾക്ക് തീർച്ചയായിട്ടും വർക്ക് കൊടുക്കും. അപ്പോൾ മറ്റുള്ളവർക്ക് ആർക്കും കൊടുത്തില്ല, എനിക്ക് മാത്രം എന്താ വർക്ക്, ഇയാൾ പഠിക്കാത്തതുകൊണ്ടാണ് തന്നത്, അപ്പോൾ അത് എഴുതില്ല. അപ്പോൾ എഴുതാത്തപ്പോൾ വീട്ടിൽ പോയി എന്താ പറയുക, ആ ടീച്ചർ പഠിപ്പിക്കുന്ന ഒന്നും മനസ്സിലാവില്ല, ആ ടീച്ചർ പഠിപ്പിക്കുന്ന യാതൊന്നും മനസ്സിലാകത്തില്ല, ആ ടീച്ചർ ശരിയല്ല, ആ ടീച്ചറിൻ്റെ ലാംഗ്വേജ് ശരിയല്ല, ആ ടീച്ചറിൻ്റെ നോട്ടം ശരിയല്ല, ആ ടീച്ചറിൻ്റെ ടോൺ ശരിയല്ല. ഇങ്ങനെയുള്ള ഒരുപാട് ഇതാണ് ഒടുവിൽ അവസാനം എൻ്റെ അടുത്ത് പരാതിയായിട്ടെത്തുന്നത്. കാരണം അവർ എല്ലാം ഹൈറാർക്കി ലെവലെല്ലാം കഴിഞ്ഞ് ചെയർമാനെ തന്നെ വിളിച്ചാൽ പ്രശ്നം സോൾവ് ആകും എന്നുള്ള വിശ്വാസത്തിൽ എന്നെ വിളിക്കും. പാരൻ്റ് ആരെന്ന് പറയില്ല, കുട്ടി ആരെന്ന് പറയില്ല, ക്ലാസ് ആരെന്ന് പറയില്ല, ഡിവിഷൻ ഏതെന്ന് പറയില്ല, ഈ പഠിപ്പിക്കുന്ന ടീച്ചർ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന ടീച്ചർ ഏതാണെന്നോ ഒന്നും പറയില്ല. പക്ഷേ ഇതെല്ലാം അവസാനം എല്ലാം പറയും. അത് കഴിയുമ്പോഴാണ് പറയുന്നത്, സാറേ ഇത് സാറേ ഞങ്ങൾ കുറച്ച് ഒടുവിൽ ഞാൻ തന്നെ ചോദിക്കും, ഇത് ആ കുട്ടിയുടെ മാത്രമല്ലല്ലോ, ഇത് നിങ്ങൾ 4-5 പേരുടെ കുട്ടികളുടെ പ്രശ്നങ്ങളല്ലേ മാഡം സൂചിപ്പിച്ച്, അത് സാറിന് എങ്ങനെ മനസ്സിലായി? അല്ല മാഡത്തിൻ്റെ കുട്ടിയുടെ മാത്രം കാര്യങ്ങളല്ലല്ലോ, ഇടയ്ക്ക് പറയുമ്പോൾ വേറെയും പല കുട്ടികളുടെ കാര്യം പറയുന്നുണ്ടല്ലോ, ഇത് എല്ലാ കുട്ടികളുടെ കാര്യങ്ങളും മാഡത്തിന് അറിയില്ലല്ലോ. മാഡത്തിൻ്റെ മകനോ വീട്ടിൽ വന്ന് പറഞ്ഞാൽ തന്നെയും അതിനൊരു സത്യമുണ്ടോ വാസ്തവമുണ്ടോ എന്നുള്ളത് മറ്റേ കുട്ടിയുടെ പാരന്റിനോട് വിളിച്ച് ചോദിച്ചില്ലേ? അല്ല സാർ, ഞങ്ങൾ വിളിച്ച് ചോദിക്കല്ല സാർ, ഞങ്ങൾ ഗ്രൂപ്പുണ്ട് സാർ, ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇത് എല്ലാ ദിവസവും ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നല്ല കാര്യമാണ്, പക്ഷേ ഇതിലൂടെ നിങ്ങളുടെ മക്കൾ നശിച്ചു പോകും. നിങ്ങൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് അതിലൂടെ സ്കൂളിൻ്റെ നെഗറ്റീവ്സ് മാത്രം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂളിനൊന്നും സംഭവിക്കില്ല. സ്കൂളിൽ പഠിക്കുന്ന ടീച്ചറിന് കൃത്യമായിട്ട് ശമ്പളം എല്ലാ മാസവും കിട്ടും. ഫീസ് അടയ്ക്കുന്നവരെ ഞങ്ങൾ ഫീസ് വാങ്ങിക്കും, ഫീസ് അടയ്ക്കാത്തവരെന്ന് വേണ്ടെന്ന് വയ്ക്കും. അതുകൊണ്ട് സ്കൂൾ നശിച്ചു പോവില്ല, പൊട്ടിപ്പോകത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾ മാത്രമേ വാസ്തവത്തിൽ അവരുടെ ഭാവിയാണ് നിങ്ങൾ ഇരുണ്ടതാക്കുന്നത്. ബിക്കോസ് അവർ പിന്നീട് ഒരു ഡിഗ്രി ലെവലിലോ അതെല്ലാം കഴിഞ്ഞ് ഒരു പക്ഷേ വിദ്യാഭ്യാസമൊക്കെ നേടി ഇതെല്ലാം കഴിയുമ്പോൾ അവർ അന്ന് എന്തിനാ അമ്മ എൻ്റെ അമ്മ അച്ഛനും എൻ്റെ ഫീസ് അടയ്ക്കാതെ, നിങ്ങൾ കുറച്ച് പേരുടെ ചോദ്യം ഞങ്ങൾ കുറേ പേരുടെ ഫീസ് അടച്ചില്ല, എന്തിനാ അതൊക്കെ ചെയ്തേ, അത് വളരെ എന്ന് തിരിച്ചു ചോദിക്കും, ഉറപ്പായിട്ട് ചോദിക്കും. ആ ഒരു ചോദ്യത്തിൻ്റെ മുന്നിൽ അച്ഛനും അമ്മയ്ക്കും ഉത്തരം ഉണ്ടാവില്ല. ഇത് ഞാൻ പാരൻസിനോട് പറയാറുണ്ട്. ഈ രീതിയിൽ കുട്ടികൾ യഥാർത്ഥത്തിൽ ഒരു നെഗറ്റീവായിട്ടൊരു ഇതാണ് പലപ്പോഴും യഥാർത്ഥത്തിൽ പാരൻസ് കൊടുക്കുന്നത്, ടീച്ചേഴ്സ് അല്ല കൊടുക്കുന്നത്. ടീച്ചേഴ്സ് വളരെ പോസിറ്റീവായിട്ട് അവരുടെ കഴിവുകൾ, അവരുടെ പോരായ്മകൾ കണ്ടുപിടിച്ച് തിരുത്തി, അവരുടെ കുറവുകൾ കറക്റ്റ് ചെയ്ത്, അവരുടെ ഈ പറഞ്ഞ നേതൃഗുണം വളർത്തിയെടുത്ത്, അവരുടെ സൽസ്വഭാവം ഊട്ടിയുറപ്പിച്ച്, അവരുടെ ഒരു സംസ്കാരം വികസിപ്പിച്ച് വർദ്ധിപ്പിച്ചെടുത്ത്. ബിക്കോസ് നമുക്ക് ജ്യോതിസ് കൾച്ചർ എന്ന് തന്നെ ഞങ്ങൾ അതിനെ വിളിക്കാറുണ്ട്. ഓരോ സ്കൂളിനും അവരവരുടെ അതാത് സ്കൂളുകളുടേതായിട്ടുള്ളൊരു സംസ്കാരമുണ്ട്. നമുക്ക് കേരളത്തിൻ്റെതായിട്ടുള്ളൊരു തനത് സംസ്കാരം, അതുകൊണ്ടാണ് നമ്മൾ മൂല്യത്തിൻ്റെ ഇങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് മുറുകെ പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികളിലെ ആ ഒരു ജ്യോതിസ് കൾച്ചർ ഇൻകൾക്കേറ്റ് ചെയ്യുന്നതിലൂടെയാണ് +2 കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾ വേൾഡിൽ എവിടെ എത്തിയാലും രക്ഷപ്പെടുന്നു. അവർക്ക് ആ ജ്യോതിസ് കൾച്ചറുണ്ട്. സാറേ, നമ്മളിപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങുന്നു, നമ്മൾ കുറച്ച് അതിനെ നല്ല രീതിയിലേക്ക് വളർത്തി കഴിയുമ്പോൾ
എങ്കിൽ നമുക്ക് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാം, ഇനി ബാക്കിയല്ല തന്നെ പ്രവർത്തിച്ചോളും എന്ന് സാറ് ചിന്തിക്കാറുണ്ടോ? അതോ ഞാൻ തീർച്ചയായിട്ടും ഇതിന്റെ A to Z എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടാൽ മാത്രമേ ഇതിനെ വ്യക്തമായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കൃത്യമായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തോന്നലാണോ കൂടുതൽ നിൽക്കുന്നത്? സാറിന് എന്തായിരിക്കും അതിൽ പറയാനുള്ളത്? നമ്മുടെ ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത്, യുഗത്തിൽ ജനിക്കുന്ന കുട്ടികളെ അവരെ ആ ഒരു രീതിയിൽ ഒരു സ്കൂളിൻ്റെ ഒരു ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാനോ അല്ലെങ്കിൽ വേറെ മറ്റൊരാളോ അവരുടെ ദൈനംദിനമായിട്ടുള്ള പാഠ്യേതര പ്രവർത്തനങ്ങളിൽ പങ്കുവഹിച്ചും അതിനകത്ത് വേണ്ടുന്ന മാർഗനിർദ്ദേശം നൽകുകയും അധ്യാപകർക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങളിലൂടെ കുട്ടികളെ ഇത് പരിപോഷിപ്പിച്ചെടുക്കുകയും മികച്ച വിജയം നേടിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഇനി എന്നെക്കാട്ടിലും കഴിവുള്ള, എന്നെക്കാട്ടിലും വളരെ വ്യത്യസ്തമായ ചിന്താഗതിയുള്ള, ഡിജിറ്റൽ വേൾഡിനെ കുറിച്ച് വളരെ നല്ല ഇപ്പോഴത്തെ പുതിയ കുട്ടികളുടെ ചിന്താഗതിക്ക് അനുയോജ്യമായ രീതിയിൽ ട്രെയിൻഡാകുന്ന അവരെ തന്നെ അവർ ഒരുപാട് സ്വയം മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്ന പുതിയ ജീനുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പഴയ യഥാർത്ഥത്തിൽ 1 വർഷത്തെ B.Ed കോഴ്സായിരുന്നു, അത് കഴിഞ്ഞ് 2 വർഷത്തെ B.Ed കോഴ്സായി. ഇപ്പോൾ യഥാർത്ഥത്തിൽ പുതിയതായിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് 4-5 വർഷമായി കേരളത്തിൽ, അത് 2 വർഷമായിട്ട് 4 ഡിഗ്രി കോഴ്സിൻ്റെ ഭാഗമായിട്ട് B.Ed ആയി. അപ്പോൾ ഇങ്ങനെ മാത്രമല്ല, കംപ്ലീറ്റ് സിലബസ് മാറി. സിലബസ് എല്ലാവരുടെയും 4 ഡിഗ്രി വന്നപ്പോൾ 8 സെമസ്റ്ററായി, അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനായിട്ട് 5 ഇയർ PG ആയി, അല്ലെങ്കിൽ 7 ഇയേഴ്സ് MPhil ഒഴിവാക്കിക്കൊണ്ട് 7 ഇയേഴ്സിലൂടെ യഥാർത്ഥത്തിൽ ഡോക്ടറേറ്റ് നേടാം. ഇങ്ങനെ വരുന്നവരെ നമുക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഈ കഴിഞ്ഞ ഒരു 5-8-10 വർഷത്തിനകത്ത് പഠിച്ച് വിജയിച്ച് വന്ന് ഇപ്പം ഞാൻ എൻ്റെ മക്കളെ ഏൽപ്പിക്കണമെന്നല്ല ഞാൻ ചിന്തിക്കുന്നത്. അവരേറ്റെടുത്തോളും, അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യും. പക്ഷെ അവരെക്കാട്ടിലും മികവുറ്റതായിട്ടുള്ള ഇത് എഡ്യൂക്കേഷൻ ഭയങ്കര താല്പര്യമുള്ള, എഡ്യൂക്കേഷനോട് താല്പര്യം വരണം. എഡ്യൂക്കേഷൻ ആ ഒരു വിദ്യാഭ്യാസപരമായിട്ടുള്ള കാഴ്ചപ്പാട് കുട്ടികളിൽ അവരെങ്ങനെയാണ് ഇൻകൾക്കേറ്റ് ചെയ്യണമെന്നുള്ള ലക്ഷ്യബോധത്തോടുകൂടിയുള്ള ഞാൻ എങ്ങനെ ഇവിടെ എത്തിയോ അതേപോലുള്ള വ്യക്തികൾ ഒരുപാട് പേര് ഇവിടെ നിന്ന് കഴിഞ്ഞ 5-10 വർഷത്തിനകത്ത് ഇറങ്ങിയിട്ടുണ്ടാവാം. അപ്പോൾ അല്ലെങ്കിൽ 10-20 വർഷത്തിനകത്ത് ഇറങ്ങിയിട്ടുണ്ടാവാം. അവരെപ്പോഴും അപ്ഡേറ്റ് ചെയ്യുകയും വേണം. അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടെത്തിയിട്ട് വാസ്തവത്തിൽ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ സിവിൽ സർവീസിൻ്റെ കാര്യം IAS, IPS, IRS, IFS തുടങ്ങി 23 ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ ചിലതൊക്കെ യൂണിയൻ ടെറിട്ടറീസ് മറ്റുമൊക്കെ ആയിട്ടുള്ള ജോലി ചെയ്യുന്നവരാണ് എന്നേ ഉള്ളൂ. അതല്ലാതെ തന്നെ നമുക്ക് യഥാർത്ഥ IAS മറ്റൊന്നുണ്ട്, ഇന്ത്യൻ എക്കണോമിക് സർവീസ് ഉണ്ട്. UPSCയുടെ ഭാഗമല്ല, വേറെ UPSCയാണ് മറ്റൊന്നാണ്. ഇന്ത്യൻ എക്കണോമിക് സർവീസ് ഉണ്ട്, അതുപോലെ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് ഉണ്ട്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉണ്ട്. IFS തന്നെ 2 ഉണ്ട്, IAS തന്നെ 2 ഉണ്ട്. എഡ്യൂക്കേഷൻ, എക്കണോമിക് സർവീസ്, എഞ്ചിനീയറിംഗ് സർവീസ്. ഇനി അതല്ലാതെ 3ാമൊരു IAS ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. പല വേദികളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ സർവീസ് വാസ്തവത്തിൽ നമുക്കിവിടെ സാധാരണ രീതിയിൽ കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്തെ മൊത്തത്തിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ്റെ തലപ്പത്തിരിക്കുന്ന സ്കൂൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ AEOമാരും DEOമാരുമാണ്. ഈ AEOമാരും DEOമാരും എന്ന് പറയുന്നത് എല്ലാവരും തന്നെ നേരത്തെ ക്ലർക്കൽ പോസ്റ്റിൽ അല്ലെങ്കിൽ ഓഫീസർ പോസ്റ്റ് മറ്റേതെങ്കിലും പോസ്റ്റിൽ വന്നിട്ട് DPI എന്ന് പറയുന്നത് ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻസ്, ഇപ്പോൾ DG ആണ്, ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ. ഇത് IAS പോസ്റ്റാണ്. ആ IAS പോസ്റ്റിലും DEOമാരുടെ പോസ്റ്റ് എന്ന് പറയുന്നതും IES ആയിട്ടുള്ള പുതിയ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സർവീസുകാർ വരണം. ഒരു DGയെ നമുക്ക് കേരളത്തിൽ ഒട്ടാകെ ഉള്ളൂ. ആ ഒരു DG ഉണ്ടായിട്ട് പോരാ. നമുക്ക് 14 ജില്ലകളുണ്ടെങ്കിലും 14 DEO അല്ല, 22-23 DEOമാരുണ്ട്. കാരണം വിദ്യാഭ്യാസ ജില്ലകൾ വേറെ രീതിയിലാണ് തരംതിരിച്ചിരിക്കുക. അപ്പോൾ എത്ര വിദ്യാഭ്യാസ ജില്ലയുണ്ടോ അത്രയും വിദ്യാഭ്യാസ ജില്ലയിലും ഓരോ ഇന്ത്യൻ എഡ്യൂക്കേഷണൽ സർവീസ് പാസ്സായിട്ടുള്ള IASകാർ വേണം. അല്ലെങ്കിൽ എല്ലാ IASകാരാകട്ടെ IASനെ എഡ്യൂക്കേഷൻ രീതിയിലേക്ക് മോൾഡ് ചെയ്തെടുത്താൽ മതി. ഇത് പ്രായോഗികമായിട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് ഒരു JES കൊണ്ടുവരിക, ജ്യോതിസ് എഡ്യൂക്കേഷൻ സർവീസ്. ഞാനൊരു വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം. അതിനുവേണ്ടി ഞാനൊരു ചിലരെ കണ്ടെത്തിയിട്ടുണ്ട്. അവരിൽ ഞാൻ എൻ്റെ നെക്സ്റ്റ് ഇതിലേക്ക് കൈമാറുമ്പോൾ ആ JESകാരായിരിക്കും ജ്യോതിസ് സെൻ്റർ സ്കൂളുകളുടെ തലപ്പത്തിരിക്കാൻ പോണത്. ഇതുപോലെ ഡൈനാമിക് ആയിട്ടുള്ള വളരെയേറെ കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കണമല്ലോ. അവർക്ക് മനസ്സിലാക്കണമല്ലോ ഞാൻ എന്തെല്ലാം ഏരിയ ടച്ച് ചെയ്യുന്നു. ഞാൻ എല്ലാ ഏരിയാസ്, ഇപ്പം അക്കാഡമിക് ഏരിയാസ് ആയിരുന്നാലും ആർട്ടിസ്റ്റിക്കലായിട്ടുള്ളതായിരുന്നാലും
ടു സം എക്സ്റ്റെൻറ്റ് സ്പോർട്സിൽ എനിക്ക് വലിയ ഇതുള്ള ആളല്ല. പക്ഷേ എന്നാലും അതിലും എനിക്ക് അത്യാവശ്യം വേണ്ടുന്നൊരു ഗൈഡൻസോ അല്ലെങ്കിൽ അവരെ ആ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാനോ പറ്റും. അപ്പോൾ ഇങ്ങനെ ഓൾറൗണ്ടറായിട്ട് ഈ സർവ്വതോന്മുഖമായിട്ടുള്ള സമഗ്രമായ എന്നൊക്കെ പറയുന്ന അക്ഷരാർത്ഥത്തിൽ ആ രീതിയിൽ മനസ്സിലാക്കുവാനും അത് അതേ രീതിയിൽ സ്കൂളിലെ അധ്യാപകർക്ക് കൊടുക്കാൻ കഴിയണം. രക്ഷിതാക്കൾക്ക് അതിനനുസരിച്ചുള്ള പ്രോപ്പർ ഗൈഡൻസും അവരുടെ ഇടയിൽ ഒരു വിശ്വാസവും ഞാൻ വളർത്തിയെടുത്തതുപോലെ ഞാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതുപോലെ കൊടുക്കാൻ കഴിയണം. അങ്ങനെയുള്ളവരെ ഈ പറഞ്ഞ ജ്യോതിസ് എഡ്യൂക്കേഷണൽ സർവീസ് എന്താണെന്ന് പഠിപ്പിച്ചെടുത്ത് അവർക്ക് അതിനൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അവർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ 1, 2, 3 ഇരട്ടി ശമ്പളവും ഇതിനകത്ത് ഫിനാൻസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടെ കൊടുത്തു കഴിയുമ്പോഴേക്കും അവർ ഓട്ടോമാറ്റിക്കലി അവർ ഒരു ഇന്ത്യൻ എഡ്യൂക്കേഷൻ സർവീസ് പാസ്സായതിന് തുല്യരായി മാറും. അവരെ കാര്യങ്ങൾ ചുമതല ഏൽപ്പിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. അതല്ലാതെ എൻ്റെ ലൈഫ് ടൈം എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം 70, 75, 80, 85, 90 എത്ര നാളുണ്ടോ അത്രയും നാൾ വരെ ജീവിച്ചിരിക്കും, അത്രയും നാൾ വരെ സ്കൂൾ എൻ്റെ കയ്യിലായിരിക്കണം, എൻ്റെ കൺട്രോളിലായിരിക്കണം എന്ന ചിന്തയേ ഇല്ല. എത്ര 100%. ഇപ്പം പലപ്പോഴും പല സ്കൂളുകളും പല കോളേജുകളും പല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മുകളിൽ ഏറ്റവും തലപ്പത്തിരിക്കുന്ന അൾട്ടിമേറ്റ് അതിൻ്റെ ഒരു തീരുമാനം എടുക്കുന്നത് ഇതുപോലുള്ള 80കളും 90കളും കഴിഞ്ഞവർ പോലും ഉള്ളതായിട്ട് എനിക്കറിയാം. ഭയങ്കര തെറ്റാണ്. അവരുടെ മക്കൾക്കോ അല്ലെങ്കിൽ അവരുടെ ചെറുമക്കളും അതിൻ്റെയും മക്കളായി കാണും. 3, 4 തലമുറയായി. പക്ഷേ ഇവർക്ക് ആർക്കും വിട്ടുകൊടുക്കുന്നില്ല. ഞാനിതെല്ലാം എല്ലാവർക്കുമായിട്ട് അടുത്തൊരു 3 വർഷത്തിനകത്ത് വിട്ടുകൊടുക്കും. 100%. 2030 ശേഷം ജ്യോതി സ്കൂളുകളെല്ലാം ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടാവും. പക്ഷേ എനിക്ക് വളരെ റിലാക്സ് ചെയ്ത് ഓരോന്നും ചുമ്മാ വെറുതെ ഒരു കാഷ്വൽ ഒരു വിസിറ്റ് പോലെ അവസ്ഥയിലേക്ക് എത്തും. അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. അത് തന്നെയാണ് ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് തന്നെയാണ് കുട്ടികളെ മനസ്സിലാക്കേണ്ടത്. കാരണം മാത്രമല്ല നമ്മൾ എപ്പോഴും ഡൈവേഴ്സിഫൈ ചെയ്യണം. ഞാൻ പറഞ്ഞു, ഞാൻ പഴയ പാരലൽ കോളേജ്, അത് കഴിഞ്ഞ് സൂപ്പർ മാർക്കറ്റ്, അത് കഴിഞ്ഞ് സ്കൂള്, ഇനിയിപ്പോൾ ഞാൻ ഇതിൽ നിന്ന് മാറി പക്ഷേ വേറെ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങിയിരിക്കാം. അത് കഴിഞ്ഞ് 5 വർഷം കഴിയുമ്പോൾ വീണ്ടെടുത്ത് ആ സംരംഭത്തിൻ്റെ ആയിരിക്കും ഞാൻ ഇന്റർവ്യൂ സംസാരിക്കാൻ പോകുന്നത്. ഒരു സംശയമില്ല. വേറെ ഏതെങ്കിലും ആയിരിക്കും. ആ മേഖല പലതും എൻ്റെ മനസ്സിലുണ്ട്. വേറൊരു മേഖലയിലേക്ക് ഞാൻ എൻ്റെ എനർജി മുഴുവൻ ഊർജ്ജം മുഴുവൻ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ഇത്രമാത്രം ദീർഘവീക്ഷണമുള്ളവരാണ് ഓണ്ടർപ്രണേഴ്സ് എന്ന് കേട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യമാണ് ഞാനിപ്പോൾ കേട്ടത്. അതുപോലെ ഒരു കാര്യം ചോദിച്ചാൽ അവസാനിപ്പിക്കുക സാർ സംസാരിക്കുന്നിടത്ത് ഉടനീളം എനിക്ക് മനസ്സിലാവുന്നത് ജ്യോതി സെൻട്രൽ സ്കൂളുകളിലൂടെ ജോബ് സീക്കേഴ്സിനെ അല്ല മോൾഡ് ചെയ്തെടുക്കുന്നത്, ജോബ് ഗിവേഴ്സിനെയാണ്, ഓണ്ടർപ്രണേഴ്സിനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതാണോ സാറ് ആത്യന്തികമായി ആഗ്രഹിക്കുന്നത്, ലക്ഷ്യം വെക്കുന്നത്? തീർച്ചയായും. ഇതെന്ന് എപ്പോഴും ഞാൻ ഒരുപാട് അത് ഒരു 10-20 വർഷമായിട്ട് ഞാൻ പറയാറുള്ളത് തന്നെയാണ്. ചില ജോലികൾക്ക് ഇപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ ചിലർക്കൊരു പക്ഷേ വല്ലാതെ ബുദ്ധിമുട്ട് തോന്നുമോ എനിക്കറിയില്ല. അങ്ങനെയെങ്കിൽ കട്ട് ചെയ്തോളുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയാം. ഇപ്പം ഏറ്റവും ജോലി കിട്ടാൻ സാധ്യതയില്ലാത്തവരാരാ? നമ്മൾ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു വിഭാഗമാണ്, എന്നും ബഹുമാനിക്കപ്പെടേണ്ട വിഭാഗമാണ്, ദൈവതുല്യരായിട്ടുള്ളവരാണ്, ഡോക്ടേഴ്സാണ്. MBBS MDയും ഒരുപക്ഷെ സ്പെഷ്യലൈസേഷൻ ചെയ്തവർക്ക് പോലും യഥാർത്ഥത്തിൽ അവരർഹിക്കുന്ന ശമ്പളത്തോടു കൂടിയുള്ള ജോലി കിട്ടുന്നില്ല. അപ്പം അതുപോലെ പല പ്രൊഫഷണൽസും പല മേഖലകളിലും വിദ്യാഭ്യാസം നേടി നല്ല യോഗ്യതകൾ നേടിയവർക്ക് ജോലി കിട്ടുന്നില്ല. ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും തമാശയ്ക്കായിട്ടാണ് അതിൻ്റെ ഒരു പാരഡോക്സിക്കലായിട്ട് ചിന്തിച്ച് ചോദിക്കുക. പലരുടെയും ക്യൂ ഏതാണ്ട് ഇവിടുന്ന് കാസർഗോഡ് കഴിഞ്ഞു ക്യൂ നിൽക്കുക. തിരുവനന്തപുരത്ത് നിന്ന് എല്ലാ ജില്ലകളും കഴിഞ്ഞ് ക്യൂ ഇങ്ങനെ നീണ്ടുപോകും. അതിൻ്റെ പുറകിലാണ് ഈ പല വിദ്യാഭ്യാസ യോഗ്യതകളും നേടിയിട്ട് അടുത്ത PSC ടെസ്റ്റിനോ അല്ലെങ്കിൽ മറ്റ് UPSC എക്സാമിനേഷൻ എഴുതാനോട്ട് പോയി നിൽക്കുമ്പോൾ അതിൻ്റെയും പുറകിൽ പോയി ക്യൂ നിൽക്കണം. അത് കഴിഞ്ഞ് ജോലി കിട്ടുമ്പോഴേക്കും 30 ദിവസമോ 40 ദിവസമോ എന്നിരിക്കും. അതല്ല വേണ്ടത്. 24, 25, 22, 23 വയസ്സിൽ തന്നെ അവർ ഏൺ ചെയ്ത് തുടങ്ങണം. ആ ഏൺ ചെയ്യുന്നത് ഏത് രീതിയിലാണെന്ന് ഓരോരുത്തരും അവരവരുടെ പാഷൻ അനുസരിച്ച്, അവരുടെ ഡ്രീം അനുസരിച്ച്, അവരുടെ എയിം അനുസരിച്ച്, അവരുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ച് അവർ തീരുമാനിക്കട്ടെ. അത് ഗ്രാജുവലി ഒരു 5-6 വർഷം അതിൽ ഉറച്ചു നിന്നാൽ ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിൽ തെറ്റില്ല. ഒരു പീരീഡ് കഴിഞ്ഞിട്ട് ഒന്നിൽ വിജയിച്ചതിന് ശേഷം ആദ്യത്തെ 5 വർഷം പരാജയം നേരിടേണ്ടി വരും, സംശയമൊന്നുമില്ല. ചിലപ്പോൾ ഒരുപക്ഷെ പലതരത്തിലുള്ള ലോൺ എടുത്തോ പല സാമ്പത്തിക സഹായം മറ്റുള്ളവരെ സമാഹരിച്ചുകൊണ്ടോ ഒക്കെ ചെയ്തേണ്ടി വരും. ആ നഷ്ടങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. ബട്ട് അവിടെ ഒരിക്കലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യരുത്. ഞാൻ നേരത്തെ ഹോട്ടലുകളുടെ കാര്യം പറഞ്ഞു. കഴക്കൂട്ടത്ത് വളരെ ശേഖരയുടെ ഒരു ചടയുണ്ടായിരുന്നു. അവിടെ വന്നാണ് എല്ലാ സെലിബ്രിറ്റീസും രാഷ്ട്രീയക്കാരും എല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരുന്നത്.
എന്തുകൊണ്ടാണ്? ആ കടയിൽ അത്രയും നല്ല Quality ക്വാളിറ്റിയുള്ള ചായ കിട്ടും, ക്വാളിറ്റിയുള്ള ചായ കിട്ടും, ക്വാളിറ്റിയുള്ള സ്നാക്സ് കിട്ടും. അത് ആ ഒരൊറ്റ കാര്യമൊക്കെ ഈ എന്നെ ചൊല്ലി യാത്ര ചെയ്യുന്നവരെല്ലാം അവിടെ നിന്ന് കഴിക്കുമായിരുന്നു. അതുപോലെ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്ന പല, അപ്പോൾ അവിടെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പം നമ്മൾ വിദ്യാഭ്യാസ രംഗത്തും അല്ലെങ്കിൽ ഔദ്യോഗിക രംഗത്തും ഓൺടർപ്രണറി രംഗത്തും, ഇപ്പം ഞാൻ സൂപ്പർ മാർക്കറ്റ് നടത്തുന്നുണ്ട്. ആ സൂപ്പർ മാർക്കറ്റ് സ്ഥിരമായിട്ട് കഴിഞ്ഞ് 25 വർഷമായിട്ട് സാധനം പർച്ചേസ് ചെയ്യാൻ വരുന്നുണ്ട്. ഇവിടെ ലുലു വന്നിട്ടുണ്ട്, എത്രയോ സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് പെർമനൻ്റ് ആയിട്ട് 25 വർഷമായിട്ട് ഫാമിലിക്ക് വേണ്ടുന്ന A to Z സാധനം വാങ്ങുന്നവരുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ, അത് അവർക്ക് ബോധ്യമാണ്. എല്ലാവരും വീടുകളിൽ ഇലക്ട്രോണിക് വെയിങ് മെഷീൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അതിൽ ഒരു കാര്യത്തിൽ ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ കോംപ്രമൈസ് ചെയ്യാതെ ഒരു തുടങ്ങുന്ന ഒരു സംരംഭം ഏതാണോ ആ സംരംഭത്തിനകത്ത് നഷ്ടങ്ങളുണ്ടാവും. പക്ഷേ ഒരു 2, 3, 4 കഴിവിനനുസരിച്ച് അത് ഒരു വർഷം കൊണ്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റും. ചിലപ്പോൾ 4, 5 വർഷം വരെ വേണ്ടി വന്നിരിക്കാം. അത്രയും വർഷം വരെ അതിൽ സസ്റ്റെയിൻ ചെയ്യുക, സ്റ്റിക്ക് ഓൺ ചെയ്യുക. 100% ഉറപ്പാണ് ജീവിതകാലം മുഴുവൻ അവർക്ക് ബിസിനസ്സിലൂടെ വിജയിക്കാൻ കഴിയും. വ്യത്യസ്തമായ സംരംഭങ്ങൾ പടുത്തുയർത്താൻ കഴിയും. ഗ്യാരണ്ടിയാണ്. ആണല്ലേ? എനിക്ക് ഉറപ്പാണ് ജ്യോതി സെൻട്രൽ സ്കൂളിൽ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും നമ്മൾ എത്ര ഇല്ല എന്ന് പറയില്ല, എൻ്റെ മോന് യാതൊരു തരത്തിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല എന്ന് പറയുമ്പോഴും എവിടെന്നെങ്കിലും ഉണ്ടാക്കിയെടുക്കാനുള്ള എല്ലാവിധ ഇൻസ്പിറേഷനും എല്ലാവിധ മോട്ടിവേഷനും എല്ലാവിധ സഹകരണങ്ങളും സ്കൂൾ നൽകുന്നുണ്ട്, സ്കൂളിന്റെ ചെയർമാൻ നൽകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ തന്നെ വളരെ മികച്ച വിദ്യാർത്ഥികളെ, മികച്ച ഒരു തലമുറയെ, മികച്ച ഒരു ജനതയെ വാർത്തെടുക്കാനായിട്ട് ജ്യോതി സെൻട്രൽ സ്കൂളിന് കഴിയട്ടെ. താങ്ക് യു സോ മച്ച് സർ ഫോർ യുവർ ടൈം.